ഹലോ ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബനാന കേക്കാണേ. ഞാൻ ഇവിടെ റോബസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടൊരു ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യമേ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം കേട്ടോ. ഞാൻ അതിനായിട്ട് 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ടു കേട്ടോ. നമ്മൾ വാട്ടറൊന്നും ആദ്യമേ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഷുഗർ മാത്രം ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അതിനെ കാരമലൈസ് ചെയ്യുക. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് കാരമലൈസ് ചെയ്യാൻ. നമുക്കിതൊരു ഡാർക്ക് കളർ ആവുന്നതിനും വരെ കാരമലൈസ് ചെയ്യുകയും വേണം. അതേസമയം നമ്മളിത് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിനൊരു കൈപ്രസം വരും. അപ്പം നമ്മൾ ഷുഗർ ഒന്ന് ജസ്റ്റ് കാരമലൈസ് എടുത്തു. ആ എടുത്ത ഷുഗറിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ആഡ് ചെയ്യുമ്പം അല്പമായി ആഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് പെട്ടെന്ന് അത് തെറിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പതുക്കെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ മാക്സിമം ഒരു 2 മിനിറ്റ് വരെ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാമേ. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 1 കപ്പ് മൈദ എടുത്തു. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വിസ്ക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ വിസ്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമായിട്ട് അരിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വിസ്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് 3 പ്രാവശ്യം അരിക്കുന്നില്ല. അതിനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗറും അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ കുറച്ച് സിന്നമൺ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ നട്ട്മെഗ് പൗഡറും അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് അതും നല്ല രീതിയിൽ ബീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ എഗ് മിക്സ് എന്തോരം നമ്മൾ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അത് നല്ല ഫ്ലഫി ആവുന്ന മാതിരി ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ പൗഡർഡ് ഷുഗർ ഇല്ലേ, നമ്മൾ സിന്നമൺ പൗഡറും നട്ട്മെഗ് പൗഡറും ഒക്കെ ഇട്ട് പൊടിച്ച് വെച്ച ഷുഗർ അതുകൂടെ ആഡ് ചെയ്ത് നല്ല ഫ്ലഫി ആവുന്ന വരെ ഞാനത് ബീറ്റ് ചെയ്തു. അപ്പോൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ചായിട്ട് ആഡ് ചെയ്ത് വേണം കേട്ടോ നമ്മളത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നല്ല ഫ്ലഫിയായി ബീറ്റ് ആയി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ കാരമലൈസ്ഡ് ഷുഗറും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഓവർ ബീറ്റായി പോകരുത് കേട്ടോ. പിന്നെ ഞാനൊരു 2 ബനാന അരച്ച് ആ മിക്സും ഇതിലേക്ക് ചേർത്തു. പിന്നെ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മൈദയിലൊന്നും ജസ്റ്റ് കോട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാമുള്ളൂ, അല്ലെങ്കിൽ ഈ നട്ട്സൊക്കെ നമ്മുടെ ബാറ്ററിൻ്റെ അടിയിലേക്ക് പോകും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഇത് നമ്മുടെ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ അതെടുത്തൊരു എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 45 to 50 മിനിറ്റ്സ് എടുത്തു എനിക്കത് ബേക്കായി വരാൻ. അപ്പം ഞാനൊരു 180 ഡിഗ്രിയിലിട്ട് അത്ര നേരം ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് റെഡിയായി. ഞാൻ അതിന് തണുത്തതിന് ശേഷം കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ഈസി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.